സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും ജീവൻ സമൃദ്ധമായി നൽകുവാനുമാണ്. ഞാൻ ഫാദർ ജിജിമോൻ, എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് കാനഡയിലാണ്. ഇത് ഞാൻ പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ, ഇന്ന് ലോകത്തിൽ നമ്മൾ കാണുന്നത് വളരെ രോഗവും ആൾക്കാർക്ക് സന്തോഷവുമില്ല, സമാധാനവുമില്ല. എല്ലാവരും എന്തിനു വേണ്ടി പരക്കം പായുന്നൊരു സമയത്ത് ഇത്തരമൊരു സ്ഥാപനം മേഴ്സി ഹോസ്പിറ്റല്, അവിടെ നമ്മൾ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈശോ പറഞ്ഞിട്ടുള്ള ഈ ജീവനാണ്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നഷ്ടപ്പെടുന്ന നമ്മുടെ ജീവൻ പ്രകൃതിയോടുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് നമ്മളത് തിരിച്ച് പിടിക്കുവാനായിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം. എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്. അമ്മ ഇവിടെ വരുമ്പോഴേ നല്ല ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആൾക്ക് വളരെയധികം കുറഞ്ഞു, സമാധാനം, സന്തോഷമുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ വലിയ വലിയ അത്ഭുതങ്ങളൊന്നുമല്ല ഇവിടെ, പക്ഷേ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, പ്രകൃതിയോട് കൂടെ നിന്നുകൊണ്ട്, പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട്, പ്രകൃതിയുമായിട്ട് നടന്നുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന കുറേ അനുഗ്രഹങ്ങൾ അത് നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ഇവിടെ. ഞാനിവിടെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ, വലിയ പ്രഹസനങ്ങളോ അല്ലെങ്കിൽ വലിയ ആഡംബരങ്ങളോ വലിയ ട്രീറ്റ്മെൻറ്റ് രീതികളോ അല്ല, പക്ഷേ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അത് നമ്മളിലേക്ക് ജീവൻ എങ്ങനെ കൊണ്ടുവരും, നമ്മുടെ രോഗം എങ്ങനെയാണ് കുറയ്ക്കുക, പ്രത്യേകമായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈല് കൊണ്ടുവന്നിട്ടുള്ള കുറേ രോഗങ്ങൾ, ഭക്ഷണക്രമം കുറച്ചുകൊണ്ട്, ഉപവാസം ചെയ്തുകൊണ്ട്, വെള്ളം കുടിച്ചുകൊണ്ട്, ഇതൊക്കെ കൊച്ചു കൊച്ചു നമുക്ക് കേൾക്കുമ്പോൾ ഒന്നുമില്ല, പക്ഷെ അതിലൂടെ നമുക്ക് എന്തുമാത്രം നന്മ കിട്ടും നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു സ്ഥലമായിരുന്നത്. അതാണ് എൻ്റെ അനുഭവം. ഒപ്പം തന്നെ ഇവിടുത്തെ ഒരു അന്തരീക്ഷമുണ്ട്, സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒരു അന്തരീക്ഷം. സിസ്റ്റർ സൻഡ്രീനയും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ, ഇവിടുത്തെ സഹപ്രവർത്തകരും, അവരോട് കിട്ടുന്ന ആ ഒരു സ്നേഹവും ഇതെല്ലാം ഒരുപാട് നമ്മളെ സഹായിക്കുന്നുണ്ട്. കാരണം രോഗശാന്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൗഖ്യം ആരോഗ്യം എന്ന് പറയുന്നത് വെറും ട്രീറ്റ്മെൻറ്റ് കൊണ്ട് കിട്ടുന്ന ഒരു കാര്യമല്ല. ഇതെല്ലാം അതിൻ്റെ ഘടകങ്ങളാണ്. ഒപ്പം തന്നെ ആത്മാവിന് ലഭിക്കുന്ന ഒരു ശാന്തി, പൂർണ്ണമായിട്ടുള്ള സൗഖ്യം എന്ന് പറയുന്നത് ആത്മാവും ശരീരവും മനസ്സും ഇതെല്ലാം ഒരു നല്ലൊരു സൗഖ്യത്തിലേക്ക് വരുമ്പോഴാണ് അതിവിടെ ലഭിക്കുന്നുണ്ട്. ആത്മാവിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥനകളും യോഗകളും എല്ലാം കൂടി ചെയ്തിട്ടുണ്ട്. മനസ്സിന് വേണ്ടിയിട്ട് റിലാക്സേഷൻ, അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ്, ശരീരത്തിനുള്ള സൗഖ്യം. അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടുത്തെ ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. കാരണം ഇന്ന് ലോകത്തിന് വേണ്ടത് ആരോഗ്യമാണ്. അത് ഒരുപാട് ലഭിക്കുന്ന ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും നിങ്ങൾ വരും, അത് അനുഭവിക്കും. ഈശോ പറഞ്ഞിട്ടുള്ള ആ ഒരു ജീവൻ പൂർണ്ണതയിൽ നിങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നെനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. അപ്പോൾ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെയും ഇത് കാണുന്ന എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ ഒരു സന്തോഷം, സമാധാനം, ആരോഗ്യവും നിങ്ങൾക്ക് ലഭിക്കട്ടെ, നിങ്ങളോട് കടന്നു വരട്ടെ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.